Next topic is types of alternating current or voltage. We can classify this alternating current or voltage into two. They are sinusoidal or non-sinusoidal. നമുക്ക് ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ വോൾട്ടേജിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അത്തരം വേവ് ഫോംസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. സൈനുസോയിഡിൽ നിന്നും നോൺ സൈനുസോയിഡിൽ നിന്നും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും വോൾട്ടേജിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെയോ വേവ് ഫോംസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതായത് സൈനുസോയിഡിൽ നിന്നും നോൺ സൈനുസോയിഡിൽ നിന്നും ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വേവ് ഫോംസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സൈനുസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ alternating current or voltage whose value varies in a manner which is similar to sine or cosine function is known as sinusoidal alternating current or voltage. ഒരു സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരം വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ വാല്യൂ വേരി ചെയ്യുന്നത് സൈൻ ഫംഗ്ഷനെ പോലെയോ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനെ പോലെയാണെങ്കിൽ നമ്മൾ ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയോ അല്ലെങ്കിൽ വോൾട്ടേജിനെയോ വിളിക്കുന്ന പേരാണ് സൈനുസോയിഡൽ. സൈനുസോയിഡൽ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയോ വോൾട്ടേജിന്റെയോ വാല്യൂ വേരി ചെയ്യുന്നത് സൈൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനോ സിമിലർ ആയിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈനുസോയിഡൽ വോൾട്ടേജ് ഓർ കറണ്ട്. അപ്പോൾ സൈനുസോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയോ വോൾട്ടേജിന്റെയോ വാല്യൂ വേരി ചെയ്യുന്നത്, വ്യത്യാസപ്പെടുന്നത്, ചേഞ്ച് ചെയ്യുന്നത് സൈൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനോ സിമിലർ ആയിട്ടാണെങ്കിൽ അത്തരം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയോ വോൾട്ടേജിനെയോ വിളിക്കുന്ന പേരാണ് സൈനുസോയിഡൽ വോൾട്ടേജ് ഓർ കറണ്ട്. സാധാരണഗതിയിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയോ കറണ്ടിനെയോ റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൈൻ വേവ് കൊണ്ടാണ്. സൈൻ വേവ് വെച്ചാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയോ അല്ലെങ്കിൽ വോൾട്ടേജിനെയോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സൈൻ വേവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ആദ്യമേ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, പിന്നെ അത് നെഗറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ എപ്പോഴും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, അതേപോലെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും. നമ്മൾ AC-യുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ അത്തരം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സൈൻ വേവ് കൊണ്ടാണ്. അപ്പോൾ സിനുസോയിഡൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെയോ വോൾട്ടേജിന്റെയോ വാല്യൂ വേരി ചെയ്യുന്നത് സൈൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനോ സിമിലർ ആയിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ വാല്യൂ വേരി ചെയ്യുന്നത് സൈൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനോ സിമിലർ ആയിട്ടാണെങ്കിൽ അത്തരം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയോ വോൾട്ടേജിനെയോ വിളിക്കുന്ന പേരാണ് സിനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ്. നെക്സ്റ്റ്, നോൺ സൈനുസോയിഡൽ. ഓക്കെ, സാധാരണഗതിയിൽ ഈ സൈനുസോയിഡൽ അല്ലാതെ ഉള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ സൈനുസോയിഡൽ എന്ന് പറഞ്ഞാൽ. സാധാരണഗതിയിൽ നോൺ സൈനുസോയിഡൽ കറണ്ട് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ആവാം, ട്രയാങ്കുലർ വേവ് ആവാം, ട്രയാങ്കിൾ അല്ലത് ട്രയാങ്കുലർ വേവ് ആവാം, അല്ലെങ്കിൽ സോട്ട് ടൂത്ത് വേവ് ആവാം. ഓക്കെ, അപ്പോൾ സൈനുസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ വേവ് ആണ്. നോൺ സൈനുസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒന്നുകിൽ സ്ക്വയർ വേവ് കൊണ്ടാണ് നമ്മൾ കറണ്ടിനെ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് കൊണ്ടാണ്, അല്ലെങ്കിൽ സോട്ട് ടൂത്ത് വേവ് ആണ്. ഓക്കെ, സോട്ട് ടൂത്ത് വേവ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? സോട്ട് ടൂത്ത് വേവും ട്രയാങ്കുലർ വേവും ഡിഫറന്റ് ആണ്.
സോ ടൂത്ത് വേവ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ നോൺ സൈനുസോയിഡൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്ക്വയർ വേവ് ആകാം, സോ ടൂത്ത് ആകാം, അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ആകാം. സൈനുസോയിഡൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സൈൻ വേവ് ആണ്. ഓക്കെ. അപ്പോൾ നോൺ സൈനുസോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സൈൻ വേവ് അല്ല, സ്ക്വയർ വേവ് ആകാം, ട്രയാങ്കുലർ വേവ് ആകാം, സോ ടൂത്ത് വേവ് ആകാം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ബേസിക് ടേംസ് റിലേറ്റഡ് വിത്ത് എ സി. എ സിയുമായി ബന്ധപ്പെട്ട ബേസിക് ടേംസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ്, സൈക്കിൾ. വാട്ട് ഈസ് സൈക്കിൾ? One complete set of positive and negative values of an alternating quantity is known as one cycle. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു സെറ്റ് പോസിറ്റീവ് വാല്യൂസിനെയും നെഗറ്റീവ് വാല്യൂസിനെയും വിളിക്കുന്ന പേരാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് ഒരു സെറ്റ് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് ഒരു സെറ്റ് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് ഒരു സെറ്റ് നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ. ഇപ്പോൾ പോസിറ്റീവ് വാല്യൂവിനെ മാത്രം നമ്മൾ പറയുന്ന പേര് ഹാഫ് സൈക്കിൾ എന്ന് പറയും. നെഗറ്റീവ് വാല്യൂവിനെ മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ ഹാഫ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ സൈക്കിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ഹാഫ് സൈക്കിൾ ചേർന്നാണ് ഒരു സൈക്കിളായി മാറുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സെറ്റ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയും കാണും, ഒരു സെറ്റ് നെഗറ്റീവ് വാല്യൂവും കാണും. ഓക്കെ. അപ്പോൾ ഒരു സെറ്റ് പോസിറ്റീവ് വാല്യൂ ഒരു സെറ്റ് നെഗറ്റീവ് വാല്യൂ കൂടെ ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് പോസിറ്റീവ് വാല്യൂവിനെ മാത്രം പറയുന്ന പേര് ഹാഫ് സൈക്കിൾ എന്നും, അതേപോലെ ഇത് ഈ ഒരു സെറ്റ് നെഗറ്റീവ് വാല്യൂവിനെ മാത്രമായിട്ട് പറയുന്നത് ഹാഫ് സൈക്കിൾ എന്നുമാണ്. അപ്പോൾ ഈ രണ്ട് ഹാഫ് സൈക്കിൾ ചേർന്നാണ് ഒരു സൈക്കിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സൈക്കിളിനകത്ത് ഒരു സെറ്റ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയും കാണും, നെഗറ്റീവ് ക്വാണ്ടിറ്റിയും കാണും. അപ്പോൾ ഒരു സെറ്റ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയും നെഗറ്റീവ് ക്വാണ്ടിറ്റിയും ചേർന്നാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ, സൈക്കിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് an alternating quantity is known as cycle. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു സെറ്റ് പോസിറ്റീവും നെഗറ്റീവ് വാല്യൂവിനെയും വിളിക്കുന്ന പേരാണ് സൈക്കിൾ. വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് values of an alternating quantity is known as cycle. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് വാല്യൂ മാത്രമാണെങ്കിൽ അതിനെ ഹാഫ് സൈക്കിൾ എന്നേ പറയത്തുള്ളൂ, നെഗറ്റീവ് വാല്യൂ മാത്രമാണെങ്കിൽ ഹാഫ് സൈക്കിൾ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് an alternating quantity is known as cycle. Next, time period. Time period എന്ന് പറഞ്ഞാൽ time taken to complete one cycle is known as time period. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സെറ്റ് പോസിറ്റീവ് ക്വാണ്ടിറ്റിയും ഒരു സെറ്റ് നെഗറ്റീവ് ക്വാണ്ടിറ്റിയും ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ഇപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് നോൺ ആസ് ടൈം പീരീഡ്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് നോൺ ആസ് ടൈം പീരീഡ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ടൈം പീരീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടി വെച്ചാണ് ടൈം പീരീഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് നോൺ ആസ് ടൈം പീരീഡ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ടി. സാധാരണഗതിയിൽ ടൈം പീരീഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടി കൊണ്ടാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ.
Next, frequency. What is frequency? Frequency എന്ന് പറഞ്ഞാൽ എന്താണ്? Number of cycle per second is known as frequency. Okay. ഇപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ് അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ പൂർത്തീകരിക്കും, കംപ്ലീറ്റ് ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്. ഓക്കെ, സിംബൽ ഈസ് എഫ്. സിംബൽ ഈസ്, ഫ്രീക്വൻസിയുടെ സിംബൽ എഫ് ആണ്. യൂണിറ്റ് ഹെർട്സ്. ഫ്രീക്വൻസിയുടെ സിംബൽ എഫ് ആണ്, യൂണിറ്റ് ഹെർട്സ് ആണ്. ഇനി നമ്മൾ അറിയേണ്ടത് ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ടൈം പീരീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, ദാറ്റ് ഈസ് T is equal to 1 by F. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 by ഫ്രീക്വൻസി. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 by frequency. Time period is equal to 1 by frequency. ഓക്കെ, അപ്പോ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 by frequency ആണ്. ഇനി 1 kHz എന്ന് പറഞ്ഞാൽ എത്ര ആണ്? കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. 10⁻³ ഹെർട്സ് ആണ് 1 kHz. 1 MHz എന്ന് പറഞ്ഞാൽ 10⁻⁶ ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് നെക്സ്റ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. Next, amplitude or maximum value or peak value. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് മാക്സിമം വാല്യൂ, വാട്ട് ഈസ് പീക്ക് വാല്യൂ? ഇതെല്ലാം ഒന്നാണ്. മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് an alternating quantity is known as amplitude. എന്താണ്? maximum value of positive or negative half cycle of an alternating quantity
is called amplitude. ഇതിപ്പോൾ നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്തിരിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വേവ് ഫോം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇതാണ്ടെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് മാക്സിമം വാല്യൂ. ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 0, ഇത് 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ 6 ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ അതും ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇത് -1, -2, -3, -4, -5, -6. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂ എത്ര വരും? -6 വരും. ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെയോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെയോ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെയോ മാക്സിമം വാല്യൂനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് half cycle of an alternating quantity is called amplitude. ഒരു alternating ക്വാണ്ടിറ്റിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെയോ മാക്സിമം വാല്യൂന്ന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6 വോൾട്ട് ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം. ഇവിടോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? -6 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 6, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും 6. ഈ സാധാരണഗതിയിൽ ഈ ആംപ്ലിറ്റ്യൂഡിനെ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിനെ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെ നമ്മൾ വോൾട്ടേജ് ആണെങ്കിൽ VM എന്നോ VP എന്നോ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, വോൾട്ടേജ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സാധാരണഗതിയിൽ പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് VM കൊണ്ടോ അല്ലെങ്കിൽ VP കൊണ്ടാണ്. VM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, VP എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ. ഇതെല്ലാം തുല്യമാണ്, ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. കറണ്ട് ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് IM എന്നോ അല്ലെങ്കിൽ IP എന്നോ ആണ്. IM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്, IP എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെയോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെയോ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. വോൾട്ടേജ് ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് VM ഓർ VP, കറണ്ട് ആണെങ്കിൽ IM ഓർ IP. IP എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, IM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. രണ്ടും തുല്യമാണ്. VM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്, VP എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ.